വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. എന്റെ പൊന്നാദി, നിനക്കിത് നിർത്താറായില്ലേ? 1.5 കൊല്ലം കഴിഞ്ഞു അവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നീ ഇപ്പോഴും അവളുടെ കപ്പിൾ ഫോട്ടോയിൽ നോക്കിയിരുന്നോ? ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞേ. വീരടാ, അവൾ അവളുടെ പാട് നോക്കി ജീവിക്കുകയല്ലേ. ഇനി നീ നിന്റെ ജീവിതം നോക്ക്. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേടാ. അജു, എനിക്ക് ഈ ജന്മം അവളോടുള്ള പ്രണയം മറക്കാൻ പറ്റില്ലടാ. എന്താണെന്നറിയില്ല, ഇറ്റ്സ് ഫീൽ സംതിങ് സ്പെഷ്യൽ. പക്ഷെ ഞാൻ എന്നും അവളിടുന്ന ഫോട്ടോസ് ഇങ്ങനെ നോക്കുന്നത് വെറുതെ അല്ല. നീ ഇത് കണ്ടോ? അവൾ ഒരുപാട് മാറിപ്പോയി. ആ ചിരിയിലറിയാം എന്ത് സന്തോഷത്തോടെ അവൾ ജീവിക്കുന്നതെന്ന്. ആ ചിരിച്ച മുഖം കാണുമ്പോൾ ഞാൻ എന്നെടുത്ത തീരുമാനം ശരിയാണെന്ന് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അവള് മറ്റൊരാളുടേതാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാ, അല്ലാതെ അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കണക്കിന് പോയാ നീ ജീവിതകാലം മുഴുവൻ അവളിടുന്ന വാട്സപ്പ് സ്റ്റാറ്റസും FB പോസ്റ്റും നോക്കിയിരിക്കത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എന്റെ പ്രണയത്തോട് എനിക്ക് ഇപ്പോൾ ഒരു ബഹുമാനം തോന്നുന്നു. എന്റെ ഫീലിങ്സ് കൊണ്ട് മറ്റാർക്കും വേദനിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. പക്ഷേ നീ വേദനിക്കുന്നില്ലേ ആദി? വിട്ടുകൊടുക്കലോ ഒരു തരത്തിൽ പ്രണയത്തിന്റെ ഭാഗമാണടാ. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഏത് ബന്ധത്തിനും ആയുസ് കുറവായിരിക്കും. ഇവിടെ ഇപ്പോ ആർക്കും ആരെയും വിട്ടു കൊടുത്തിട്ടുമില്ല, വിട്ടുവീഴ്ച ചെയ്തിട്ടുമില്ല. ഞാൻ പ്രണയിച്ചു, ഞാൻ തന്നെ ഒളിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് മാത്രം നഷ്ടപ്പെട്ടു. പിന്നെ ശ്രീനാഥ് അവളെ ഒരു രാജകുമാരിയെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. എന്നെ കൊണ്ട് അത്രയ്ക്കൊക്കെ അവളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവരാ ചേരേണ്ടത്, അതാ ശരി. അവൻ രാജകുമാരിയെ പോലെയോ റാണിയെ പോലെയോ ഒക്കെ നോക്കുന്നുണ്ടാവും. പക്ഷെ ആളിത്തിരി പൊസസീവ് ആണെന്നാ എനിക്ക് തോന്നുന്നേ. ഈ വർഷത്തിനിടയ്ക്ക് അവളെ വീട്ടിലൊന്നും നിർത്താൻ പോലും വിട്ടിട്ടില്ലല്ലോ. അതിപ്പോ ഒരു കുറ്റമാണോ? ഒരു ലീവ് കിട്ടിയ രണ്ടുപേരും കറക്കമാണെന്ന് അപ്പച്ചി പറഞ്ഞേ. ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അവരാഘോഷിക്കട്ടെ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ആദി? നെഞ്ചു നീറി പുകയുമ്പോഴും നീ ഇങ്ങനെ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോ അവൾക്ക് ഭാഗ്യമില്ലെന്ന് ഞാൻ പറയൂ. നിന്റെ പ്രണയം അതനുഭവിക്കാൻ ആൾക്ക് കഴിഞ്ഞില്ലല്ലോ. യു ഡിസേർവ് സംതിങ് സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ. നിനക്ക് വേണ്ടി അങ്ങനെ ഒരാളെ കാത്തിരിക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പോ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കണക്കെടുപ്പിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൾക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ അറിയാതെയാണെങ്കിലും വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ അവൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതില് കണ്ണീരിന്റെ നനവിനേക്കാൾ സുഖമുള്ള ഓർമ്മകളാണ് നിറഞ്ഞിരിക്കുന്നത്. അത് മതി. പിന്നെ എനിക്ക് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും. പറയട്ടെ, അപ്പൊ നോക്കാം. ഉണ്ടാവുന്നല്ലടാ, ഉണ്ട്. അത് അവൾ തന്നെ നിന്നോട് പറയും, ഞാനായിട്ട് പറയുന്നില്ല. നീ പോയി റെഡിയാവ്, ട്രെയിനിന് സമയമായിട്ടോ. ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ വരാം. മീനുവിന് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല. അറിയാതെയാണെങ്കിലും നീ ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖത്തിന് കാരണം ഞാൻ കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ നെഞ്ചാറ പിടയ്ക്കുന്നേ. നിനക്കൊരു ജീവിതം ഉണ്ടാകുന്നത് വരെ എന്നെ ഈ കുറ്റബോധം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഹലോ അജു, പറയടാ. എടാ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ? നീ കാര്യം പറ.
ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന് എന്നെയും സെലക്ട് ചെയ്തടാ. നാളെയും മറ്റന്നാളുമാണ് പ്രോഗ്രാം. പക്ഷെ വെനസ്ഡേ അച്ഛനും അമ്മയും കാനഡയ്ക്ക് പോവല്ലേ, 2 ദിവസം കൂടെ ചെന്ന് നിൽക്കാന്ന് പറയുകയും ചെയ്തു. ലീവ് അപ്രൂവ് ആയി. ആരതി ചേച്ചി പറയുന്നു ക്യാൻസൽ ചെയ്യാൻ, അല്ലെങ്കിൽ പകരം വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഒരുങ്ങി ഒന്ന് പോവോ? ആഹാ, അത്രേ ഉള്ളോ? ഞാൻ പൊക്കോളാം. നീ ഇല്ലാതെ 2 ദിവസം എങ്ങനെ ഞാൻ ഫ്ലാറ്റിൽ നിൽക്കുമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. നീ ടെൻഷൻ ആവണ്ട, ഞാൻ ആരതി ചേച്ചിയെ വിളിച്ചോളാം. താങ്ക് യു സോ മച്ച് അളിയ. നീ എപ്പോഴാ പോന്നെ? ഇന്ന് രാത്രി 7 മണിക്കത്തെ ട്രെയിന്. അല്ല, നീ ഇന്ന് തിരിക്കുവോ? ഇല്ലടാ, വെളുപ്പിനെയുള്ള ട്രെയിന് വരാനായിരുന്നു പ്ലാൻ. ഇനിയിപ്പോ നേരിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയാൽ മതിയല്ലോ. എന്നാ നീ അതൊന്നും ആരതി ചേച്ചിയോട് പറഞ്ഞേരെ. ഞാനാവുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ അതൊക്കെ ശരിയാക്കിക്കോളാം. നീ ടെൻഷൻ ആവണ്ട, പോകാൻ റെഡി ആയിക്കും. ശരിയടാ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. അമ്മ തിരക്കുന്ന പറഞ്ഞേരെ. ഇവിടെ അടുത്തിരിപ്പുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ബൈ. എവിടെ പോകുന്ന കാര്യമാടാ പറഞ്ഞേ? 2 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിന് അവന് പോകാൻ പറ്റില്ല. പകരം ഞാനൊന്ന് പോകാമെന്ന് ചോദിച്ചതാ. എവിടെ വെച്ചാ? ദൂരെ എങ്ങാനും ആണോ? ട്രിവാൻഡ്രം. നാളെ മറ്റന്നാളുവാ. ആഹാ, അവിടാണോ? എന്തായാലും നീ അവിടെ വരെ പോകുന്നതല്ലേ, മാളൂട്ടിയെ കൂടെ ഒന്ന് കാണാൻ പോണം. അതൊന്നും പറ്റില്ല. ഞാൻ ജോബിന്റെ ആവശ്യത്തിനല്ലേ പോകുന്നേ, സമയം കിട്ടില്ല. അത് സാരമില്ല, നീ അവളെ കണ്ടിട്ട് വന്നാ മതി. അമ്മയ്ക്ക് എന്താ, അവൾ അവിടെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോഴാ. അതൊന്നും സാരമില്ല, ഞാൻ നാത്തൂന്റെ കയ്യിൽ നിന്ന് അഡ്രസ് വാങ്ങിത്തരാം. അത് അമ്മ, അവൾ അവിടെ ഇല്ലെങ്കിലോ? നീ ചെല്ലുമെന്ന് നാത്തൂനെ കൊണ്ട് ഞാൻ വിളിച്ചു പറയിപ്പിച്ചോളാം. അവൾ ഇങ്ങോട്ട് വന്നിട്ട് 6-7 മാസമായി. രഘുവേട്ടൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ അവൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോനല്ലേ, അതൊന്ന് കൊണ്ടു കൊടുക്കടാ. അത് മാത്രമല്ല, കെട്ടിച്ചു വിട്ട പെങ്ങളെ പോയി ആങ്ങളമാര് കാണുന്നത് പതിവാ. നീ ഇത്ര നാളായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ. ഇതിപ്പോ അത്തടം വരെ ചെന്നിട്ട് പോയില്ലേ മോശമാടാ. മോനൊന്നു പോ. അത് മാത്രമല്ല, വിജയേട്ടൻ ഇതറിഞ്ഞ പുള്ളി എന്ത് വിചാരിക്കും? ഈ അമ്മയെ കൊണ്ട് ഞാൻ പോവാം. പക്ഷെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടേ പോകൂ. ചെല്ലും, അവളെ കാണും, തിരിച്ചു വരും. ഓക്കെ ആണല്ലോ? ഓ, അത് മതി. ഞാൻ നാത്തൂനോടൊന്ന് വിളിച്ചു പറയട്ടെ. എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിലോ? ഞാൻ അവളെ കാണാൻ ഗൾഫിലോട്ടല്ല പോകുന്നേ, ഇവിടുന്ന് എല്ലാം കെട്ടിപ്പെറുക്കി കൊണ്ടുപോകാൻ. എന്നാലും ഞങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളൊന്നും അവിടെ കിട്ടിയില്ലല്ലോ. ഓ, എന്തേലും കാണിക്ക്, ചെല്ല്. അമ്മ ഫോണും എടുത്ത് സന്തോഷത്തോടെ അകത്തേക്ക് പോയി. ഈ അമ്മയുടെ ഒരു കാര്യം. നീയുമായുള്ള കൂടിക്കാഴ്ച മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോ സാഹചര്യം അതിന് സമ്മതിക്കുന്നില്ലല്ലോ അഗ്നി. എപ്പോഴും ഇങ്ങനെ ഒളിച്ചോടാൻ പറ്റില്ലല്ലോ, നേരിട്ടല്ലേ പറ്റൂ. ഒത്തിരി നാൾക്ക് ശേഷം വീണ്ടും ഒരു കൂടിക്കാഴ്ച. എത്രയായി ചേട്ടാ? 250. ചേട്ടാ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? അയ്യോ മോനെ, അതൊന്നും പറ്റത്തില്ല. ഇത് നല്ല നഷ്ട ഓട്ടവാ. മോനൊരു കാര്യം ചെയ്യും, ഇവിടെ നിറങ്ങി കുറച്ചു ദൂരം നടന്ന ആദ്യത്തെ വളവ് വളഞ്ഞ് നേരെ നടക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിലോട്ടാ. മോൻ വേറൊരു ഓട്ടോ പിടിച്ചു പോ. എന്നാൽ ശരി. ശരി ചേട്ടാ. എങ്ങനെ ഇവിടെ?
ജോബിന്റെ ആവശ്യത്തിന് 2 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് തിരിച്ചു പോവാം. അപ്പൊ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കയറി വാ. ഇരിക്കപ്പോട്ടാ, ഞാൻ ചായ എടുക്കാം. വേണ്ടാന്ന് പറയുന്നതിന് മുന്നേ അവൾ അടുക്കളയിലേക്ക് നടന്നിരുന്നു. എന്റെ ദേവി, ചായയോ? എന്താ, ചായ കൊള്ളില്ലേ? ഏയ്, നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടായി. അവരുടെ ഇടയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. എന്ത് സംസാരിച്ചു തുടങ്ങുമെന്നറിയാതെ രണ്ടുപേരും കുഴങ്ങി. അവൻ ചായ കുടിക്കുന്നത് നോക്കി അവൾ വെറുതെ ഭിത്തിയിൽ ചാരി നിന്നു. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. പൊട്ടിത്തെറിച്ച് നടന്നിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും പക്വതയാർന്നൊരു ഭാര്യയിലേക്ക് അവൾ എത്ര പെട്ടെന്ന് മാറിയത്. ആ മാറ്റം ബാഹ്യമായി പോലും പ്രകടമാണ്. ഭാവങ്ങൾക്ക് പോലും ഒരു മിതത്വം, ആവശ്യത്തിന് മാത്രം സംസാരം. എല്ലാം മാറി. എന്താ പോയിട്ട് എങ്ങനെ നോക്കുന്നേ? നീ ഒരുപാട് മാറിപ്പോയി. വിവാഹം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും മാറുവപ്പോട്ടാ. ഞങ്ങൾ പലതും പഠിക്കുന്നത് കല്യാണത്തിന് ശേഷാ. ഓരോരുത്തർക്കും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുമെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ല, ശ്രീനാഥ് എപ്പോഴാ വരിക? അത് വൈകുന്നേരം 7 ആവും. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ പോട്ടാ? അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, ഞാൻ വരുമെന്ന് അപ്പച്ചി വിളിച്ച് പറഞ്ഞില്ലേ? എന്നെ കണ്ടപ്പോ നീ ഞെട്ടിയതുകൊണ്ട് ചോദിച്ചതാ. അത് വിളിച്ചു കാണും. എന്റെ ഫോൺ കേടായി, ശരിയാക്കാൻ കൊടുത്തിരിക്കുക. ഇതുവരെ കിട്ടിയില്ല. 2 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു. ചിലപ്പോ അതുകൊണ്ട് കിട്ടിക്കാണില്ല. ആ, എന്നാ അതായിരിക്കും. പിന്നെ നിന്നെ ദൂരത്തേക്ക് കെട്ടിച്ചയച്ചെന്നും പറഞ്ഞ് ചിറ്റപ്പൻ എന്നും അപ്പച്ചിട്ടേന്ന് കിട്ടുന്നുണ്ട്. നിന്നെ കാണാത്തോണ്ടുള്ള സങ്കടം കൊണ്ടാ. വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ശ്രീയേട്ടന് തീരെ സമയമില്ലാഞ്ഞിട്ടാ പോട്ടാ. അറിയാം. എന്നാലും നിനക്കിടയ്ക്ക് വന്നോടൊന്ന് നിന്നൂടെ? അതെല്ലാവർക്കും സന്തോഷാവും. പറഞ്ഞില്ലേലും ചിറ്റപ്പനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരുന്നതാ. അപ്പോഴാ ശ്രീയേട്ടന്റെ ഫ്രണ്ടിന്റെ റിസപ്ഷന്റെ കാര്യം ഓർത്തത്. പുള്ളി ഇതൊന്നും അങ്ങനെ മിസ്സാക്കില്ല. അതാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെ സമയം കിട്ടുമ്പോ പറഞ്ഞ്. പിന്നെ അതെ, ഇതൊക്കെ അമ്മയും അപ്പച്ചിയും നിനക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു വിട്ടതാ. നീ എന്തിനാ കരയുന്നേ? ഏയ്, അത് വെറുതെ അവരെയൊക്കെ കാണാൻ തോന്നുന്നു. സാരമില്ല, പോട്ടെ, നീ കരയാതെ. അപ്പോൾ അതിന്റെ ട്രെയിൻ എപ്പോഴാ? 5:30. 5 ആയല്ലോ. സമയം പോയതറിഞ്ഞില്ല. ഞാനൊന്ന് ഇറങ്ങുക. ശ്രീനാഥ് വരുമ്പോ പറഞ്ഞേരെ. അവളുടെ മുന്നിലെത്തുമ്പോ ഇപ്പോഴും ഞാൻ പതറിപ്പോവാ? വേണ്ട, ഒന്നും വേണ്ട. അവളിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് ഇനി അനിവാര്യമാണ്. അവളുള്ള ഈ നാട്ടിൽ തന്നെ ഞാൻ എന്റെ പ്രണയത്തെ ഉപേക്ഷിക്കുക. പഴയ പോലെ അവൾ എനിക്കറിയാവുന്നൊരു പെൺകുട്ടി മാത്രമാണ്. അച്ഛന്റെ പെങ്ങളുടെ മകൾ, അത്രമാത്രം. അതിന് തീരി. ഇതാദ്യം അർജുനത്തിനെ വിളിച്ചു പറയാം. അവനാണ് സന്തോഷിക്കുന്നത്. അജുവിനെ വിളിക്കാനായി ഫോൺ തപ്പിയിട്ട് അവന് കിട്ടിയില്ല. പാന്റിന്റെ പോക്കറ്റിലും ബാഗിലും ഒക്കെ തപ്പി. പക്ഷേ ഫോൺ കാണുന്നില്ല. അപ്പോഴാണ് അവനൊരു കാര്യം ഓർത്തത്. ഞാനത് അവളുടെ വീട്ടിൽ വെച്ച് മറന്നു. അത് സോഫയിലല്ലേ വെച്ചേ? അതെ. തിരിച്ചു പോണല്ലോ. ട്രെയിനും വന്നു. എന്നെ കൊണ്ട്. അവൻ വേഗം എൻക്വയറിയിൽ ചെന്ന് എറണാകുളത്തേക്കുള്ള അടുത്ത ട്രെയിനിന്റെ സമയം ചോദിച്ചറിഞ്ഞതിനു ശേഷം അഗ്നിയുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി.
അകത്താരും ഇല്ലേ? ബെല്ലടിച്ചിട്ടും കഥവ് ഓർക്കുന്നില്ലല്ലോ. അഗ്നി, അഗ്നി, അയ്യോ ചോരയോ? അഗ്നി, അയ്യോ അഗ്നി, അഗ്നി എന്താ പറ്റിയേ? ദൈവമേ, എന്തൊരു വെള്ളം കുടിക്കേ. അഗ്നി, അഗ്നി മോളെ കണ്ണു തുറക്ക്. അഗ്നി, ശ്രീയേട്ടാ വേണ്ട, ഇനി എന്നെ തല്ലല്ലേ. എനിക്ക് വേദനിക്കുന്നു. അപ്പോഴേട്ടിന് ഞാനായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സത്യം. അപ്പോഴേട്ട് എന്താ ഇവിടെ 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 നിൽക്കണ്ട, പോ, വേഗം പോ. അഗ്നി എന്താ ഇതൊക്കെ? ശ്രീനാഥ് ഇങ്ങനെയാണ് നിന്നോട് പെരുമാറുന്നത്? ഇത്ര സമയം കൊണ്ട് എന്താ ഇവിടെ നടന്നത്? എനിക്കറിയണം. അതൊന്നും പറഞ്ഞുതരാൻ ഇപ്പൊ എനിക്ക് നേരെയില്ല പോട്ടാ. അയാൾ ഇപ്പൊ എത്തും. ദൈവത്തെ ഓർത്തൊന്ന് പോ. ഇല്ല, ഞാൻ പോയില്ല. നീ അവന്റെ കൂടെ ഒളിച്ചോടി വന്നൊന്നുമല്ല. കരയും കരക്കാരും ഓർന്ന് നിന്നെ കെട്ടിച്ചു കൊടുത്തതാ. നിനക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. അവൻ വരട്ടെ, ഞാൻ അവനോട് ചോദിച്ചോളാം. എന്തിനാ ഇപ്പൊ തിരിച്ചു വന്നേ? എനിക്കിനി തല്ല് കൊള്ളാൻ വയ്യാനിട്ടാ. നിങ്ങളൊക്കെ കരുതിയിരിക്കുന്ന എന്റെ രാജകീയ ജീവിതം ഇതാ. എനിക്കിത് ശീലമായി. അതുകൊണ്ട് അപ്പോട്ടൊന്ന് പോയാൽ മതി. വേറെ ഒന്നും എനിക്ക് ചെയ്തു തരണ്ട, പ്ലീസ്. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോന്നേ? അയാൾ ഇപ്പൊ കയറിയെന്ന് ഇതിലും മോശമായിരിക്കും എന്റെ അവസ്ഥ. മതി, നീ അവന്റെ കൂടെ ജീവിച്ചത്. നിനക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങിക്കോണം. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. ഇനി ആ വഴി നോക്കാം. ഞാൻ വരില്ല പോട്ടാ. ചിറ്റപ്പനും അപ്പച്ചിയും ബാക്കിയുള്ളവരും ഇതൊക്കെ അറിഞ്ഞാൽ സഹിക്കില്ല. നിന്നെ അതുപോലല്ല അവർ വളർത്തിയത്. അതറിയാവുന്നത് കൊണ്ടാണ് ഞാനിതൊന്നും ആരെ അറിയിക്കാതിരിക്കുന്നത്. അവരുടെ മകൾ രാജ്ഞിയെ പോലെ എവിടെ കഴിയുന്നതെന്നാ ആ പാവങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നറിഞ്ഞ് തകർന്നു പോകും രണ്ടുപേരും. എന്റെ സങ്കടങ്ങളെക്കാൾ അവരുടെ സന്തോഷം എനിക്ക് വലുത്. ഇപ്പൊ തന്നെ ആ വീടും പറമ്പും പണയപ്പെടുത്തിട്ട കല്യാണം നടത്തിയതെന്ന് അറിയാലോ. ഞാൻ ഈ താലി പൊട്ടിച്ച് ആ വീട്ടിൽ കയറി ചെന്ന എന്റെ അച്ഛൻ ചങ്ക് പൊട്ടി മരിച്ചു പോവാ. അതൊക്കെ നിന്റെ വെറും തോന്നലല്ലേ? നിങ്ങൾക്ക് എന്തിനും ഇതിനും താങ്ങാൻ ഞങ്ങളൊക്കെ ഇല്ലേ? ഇങ്ങനെ വെറുതെ നിന്റെ ജീവിതം അവന്റെ കൂടെ ജീവിച്ച് നശിപ്പിക്കല്ലേ അഗ്നി. വാ, നമുക്ക് പോകാം. നിന്റെ കൂടെ ഞങ്ങളുണ്ട്. അപ്പോൾ എന്റെ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ഞാനായിട്ട് ഇതൊന്നും ആരെയും അറിയിക്കില്ല. അതുപോലെ അപ്പോട്ടും വീട്ടിൽ പോയതൊന്നും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഇല്ല, അതിനെനിക്ക് കഴിയില്ല. ഇതെല്ലാവരും അറിയണം. അവര് കരുതിയിരിക്കുന്നതൊക്കെ തെറ്റാണെന്ന് അവർ തിരിച്ചറിയുക തന്നെ വേണം. ഞാനത് വീട്ടിൽ പോയി പറയും. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾ ഇവിടെ വരുമ്പോ എന്റെ ജീവനില്ലാത്ത ശരീരം മാത്രമേ കിട്ടൂ. എന്റെ അച്ഛൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകം വിടും. അവസാനിപ്പിക്കും ഞാൻ എന്റെ നശിച്ച ജീവിതം. ആരോടും ഒരു പരാതി പറയാതെ ഞാൻ ഇവിടെ ഒതുങ്ങി ജീവിക്കുകയായിരുന്നില്ലേ? എന്തിനാ വന്ന്? എന്തിനാ ഇങ്ങോട്ട് വന്ന്? പ്ലീസ് അപ്പോട്ടാ, എനിക്ക് സത്യം ചെയ്തതാ. പ്ലീസ്, എനിക്ക് വരെ നിവൃത്തിയില്ല. ഞാൻ നിങ്ങളോട് യാചിക്കുക. ഞാൻ എനിക്ക് കാലെ വീഴാം. പ്ലീസ്. നീ എന്ത് കാണിക്കുന്നേ? അതൊന്നും വേണ്ട. നീ ഇങ്ങനൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്. നീ കാര്യം പറ, നമുക്ക് പരിഹരിക്കാം. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ഒന്ന് പോ. 7 മണിയാവുന്നു. അയാൾ ഇപ്പൊ വരും. എനിക്ക് പേടിയാ പോട്ടാ. ഇപ്പൊ പോ പ്ലീസ്. ആ സോഫയിൽ ഫോൺ ഇരിപ്പുണ്ട്, അത് എടുത്തിട്ട് പോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാതെ നിന്ന് അപ്പുവിനെ കയ്യിൽ പിടിച്ചു വലിച്ച് ആൾ വീടിന് വഴിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കയ്യിൽ ഫോൺ എടുത്തു കൊടുത്ത് പെട്ടെന്ന് അവൾ കഥ അടച്ചു.
ഹായ് സ്വീറ്റി, എന്താ നിന്റെ സങ്കടം ഒന്നും ഇതുവരെ മാറിയില്ലേ? ഒന്നും മിണ്ടാതെ ഭയന്ന് ഉറച്ച മുഖത്തോടെ അവനെ തന്നെ നോക്കി നിന്ന അവളെ അവൻ തോളോട് ചേർത്ത് പിടിച്ചു. ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് കള്ളം പറഞ്ഞിട്ടല്ലേ ശ്രീയേട്ടൻ ദേഷ്യം വന്നേ? പോട്ടെ, ഞാനല്ലേ അടിച്ചേ. വേദനിച്ചോ? ഇല്ല. വേദനിച്ചില്ലേ? അത് വേദനിച്ചു. വേദനിക്കണം. നിനക്കെന്നോട് ഇനി കള്ളം പറയാൻ തോന്നുമ്പോ ഞാൻ ഈ തരുന്ന വേദനയൊക്കെ നിനക്ക് ഓർമ്മ വരണം. അത് മാത്രമല്ല, നീ കരയുമ്പോ ഒരു പ്രത്യേക സുഖ. അപ്പോട്ടം വന്നിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ തല്ലില്ലേ? ഞാനില്ലാത്തപ്പോ അവനെന്തിനാ ഇവിടെ വരുന്നേ? ഞാൻ തരാത്ത എന്ത് സന്തോഷമാണ് നിനക്ക് തരുന്നേ? പറയടി. സത്യമായിട്ടും അപ്പോട്ടം വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ശ്രീയേട്ടാ. എന്റെ ഫോൺ കേടായിരുന്നില്ലേ, അത് കാരണം അമ്മയൊന്നും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കും. അതാ ഞാൻ അറിയാതെ പോയത്. അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വരണ്ടെന്ന് പറഞ്ഞേനെ. പിന്നെ പേടിച്ചിട്ടാ ഞാൻ കള്ളം പറഞ്ഞേ. ഇന്ന് പറഞ്ഞത് പറഞ്ഞു, ഇനിയും നീ കള്ളം പറഞ്ഞ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം. ഞാൻ ചായ എടുക്കാം. നിക്ക്, ദാ പിടിക്ക്. ചായ ഇട്ടിട്ട് വേഗം റെഡിയായി വാ. ശ്രീയേട്ടാ, ഞാൻ വരുന്നില്ല ബർത്ത്ഡേ പാർട്ടിക്ക്. എനിക്ക് തീരെ. അഗ്നി, നോക്ക്, നിന്റെ ഈ ശരീരത്തെ ഇനിയും നോവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം 2 വട്ടം പറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്റെ മോള് പോയി കുളിച്ച് റെഡിയായി ഈ സാരിയെ കൊടുത്ത് മുഖത്ത് ഈ പാടൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേഗം വന്നേ. ഇന്നും എല്ലാവരും നമ്മളെ കണ്ടിട്ട് പറയണം മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന്. കേട്ടല്ലോ? പിന്നെ അന്ന് വാങ്ങി തന്ന ഒരു മാലയില്ലേ, അതിട്ടാ മതി. അത് നിനക്ക് നന്നായിട്ട് ചേരും. വേഗം ചേരിച്ചല്ലേ, സമയം പോന്നു. ഞാൻ വരാം ശ്രീയേട്ടാ. ഇങ്ങനെ കൂട്ടുകാരുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതിയോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും നാളായില്ലേ. ഇനി നമുക്കൊരു കുഞ്ഞ്. നീ എന്നെ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കുവാണോ അഗ്നി? നമുക്ക് എന്താ കുഞ്ഞുണ്ടാവത്തോന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നീ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. നിന്റെ ജീവിതത്തിൽ എനിക്കായിരിക്കണം പ്രയോറിറ്റി. നീ മറ്റാരോടും അടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. ചെല്ല്, പോയി റെഡിയാവാം. കരയാൻ മറന്നു നിന്നു ഞൊടി നേരമെന്തിനോ ശരമേറ്റു താഴെ വീണു ശലഭങ്ങൾ നെഞ്ചിലായി മനസ്സിൻ പകൽവാനിലായി ചിരി തൂകിടും സിന്ദൂരമേ ഇരുൾ പൂകയോ വിരലാലെ വീണ്ടും തഴുകാതെ വിടയെന്ന വാക്കും പറയാതെ ഒരു ചുംബനത്തിൽ അലിയാതെ അകലുന്നതെന്തേ അറിയാതെ ഇടനെഞ്ചിനുള്ളിൽ കരുതാനായി ഇനി ഏതുമില്ലേ പകരാനായി ഇനിയില്ല നീ എന്നറിയാനായി ഇനി എത്ര കാലം കഴിയും. ആദി, നീ കിടക്കുന്നില്ലേ? സമയം ഒരുപാടായി. ഉറക്കം വന്നില്ലടാ. എടാ, നീ എത്ര നാൾ ഓണം ഉറക്കമൊന്നുമില്ലാതെ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കും അറിയില്ല ജു. ഈ
മനുഷ്യർ എത്ര ക്രൂക്കടല്ലേ. പുറമെ കാണുന്ന പോലെ അല്ല ആരും. ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നവരെല്ലാവരും. നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല ആരെയും. മനസ്സിലാകുമെന്ന് നമുക്ക് വെറുതെ തോന്നുന്നതാ. ഓൾ ആർ ഫേക്ക്. ഈ ഞാൻ പോലും. നീ എന്തൊക്കെയാ പറയുന്നത്? നീ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. എന്നോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും ഒന്ന് നിന്റെ ഉള്ളിലുണ്ടാവില്ലേ? പെട്ടെന്ന് അജുവിന് മീനാക്ഷിയുടെ കാര്യം ഓർമ്മ വന്നു. ആ അങ്ങനൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ തെളിച്ചു പറ. തെറ്റുപറ്റിപ്പോയടാ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. വിട്ടു കൊടുക്കരുതായിരുന്നു ഒരുത്തനും അവളെ. എന്റെ പ്രണയത്തിന് ഞാനൊരു അവസരം കൊടുക്കണമായിരുന്നു. ഞാനത് ചെയ്തില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേടാ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷേ അവളുടെ ഭാവി നിനക്ക് തിരുത്താൻ പറ്റും. അവളുടെ വാക്കും കേട്ട് ഇതൊന്നും വീട്ടുകാരെ അറിയിക്കേണ്ട എന്നാണോ നിന്റെ തീരുമാനം? ഏയ് അല്ല, ഇതെല്ലാരും അറിയണം. ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അവൾക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ കഴിയില്ല. അപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാ. പക്ഷേ എല്ലാവരോടും എല്ലാം പറയുന്നതിന് മുമ്പ് എനിക്ക് അവളോട് ഒന്നുകൂടി സംസാരിക്കണം. ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അവളെ പിന്തിരിപ്പിക്കുന്ന എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അതറിയണം. എന്നിട്ട് വേണം എല്ലാം തുറന്നു പറയാൻ. എനിക്ക് അവളോടുള്ള ഇഷ്ടം പോലും. അതെ, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ? അതേടാ, അവള് തിരിച്ചു വന്നാൽ ഞാൻ സ്വീകരിക്കും. പ്രണയം ശാരീരികം മാത്രമല്ലല്ലോ. എന്നാ നീ ഈ ആഴ്ച തന്നെ സംസാരിക്കണം. ഇപ്പോ ആണെങ്കിൽ അവള് വീട്ടിലുണ്ടല്ലോ. ഒരു കണക്കിന് നിന്റെ അപ്പച്ചി വീണ് കൈയൊടിഞ്ഞത് നന്നായി. ഇതാ കാരണന്മാര് പറയുന്നേ, സംഭവിക്കുന്നതല്ല നല്ലതിന്. ഈ അവസരം നീ പാഴാക്കരുത്. ഇല്ലടാ, ഞാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാ നീ വന്ന് കിടക്ക്. രാവിലെ ഓഫീസിൽ പോണ്ടേ? ആഹാ, മരുന്ന് കഴിക്കാതെ അമ്മ കിടന്നുറങ്ങിയോ? ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. വെറുതെ കണ്ണടച്ച് കിടന്നതാ. മോൾ എന്തെങ്കിലും കഴിച്ചോ? വിജയേട്ടൻ ഉറങ്ങിയോ? ഞാൻ കഴിച്ചു. സമയം 10 അച്ഛൻ കിടന്നു. മരുന്നിന്റെ ആവും, മയങ്ങി. അമ്മ എഴുന്നേറ്റേ, ഈ മരുന്ന് കഴിക്കേ. ഇപ്പൊ കൈക്കെങ്ങനുണ്ട്? വേദന കുറഞ്ഞോ? മാളൂട്ടിനെ കണ്ടപ്പോഴേ അമ്മയുടെ വേദന പകുതി മാറി. പിന്നെ കുറച്ചു ദിവസം നിന്നെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ശ്രീമോനോട് വേദനയാണെന്ന് പറഞ്ഞ്. അമ്പടി കള്ളി, കൊള്ളാലോ ആള്. പിന്നല്ലാതെ എത്ര നാൾക്ക് ശേഷം നിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടണേ. പക്ഷേ ഇവിടെ കോടിക്കളിച്ച് നടന്നിരുന്ന, എന്റെ കയ്യിൽ നിന്ന് അടി ചോദിച്ചു വാങ്ങിച്ചിരുന്ന പഴയ മാളൂട്ടിനെ അമ്മയ്ക്ക് നഷ്ടമായ പോലെ, എന്റെ കുട്ടി ഒരുപാട് മാറിയ പോലെ. മോക്ക് എന്തെങ്കിലും അമ്മയോട് പറയാനുണ്ടോ? എന്ത് പറയാൻ? അമ്മയ്ക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഞാനിപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയല്ലേ. അതിന്റെ ജാടയൊക്കെ ഞാൻ കാണിക്കണ്ടേ? പോടി പെണ്ണെ, നീ ഏത് കൊമ്പത്താളുടെ ഭാര്യയാണെങ്കിലും ഞാൻ പ്രസവിച്ച എന്റെ മോള് തന്നെ അല്ലേ? അതെ, ഞാൻ അമ്മേടെ മാളൂട്ടി തന്നെ. കെട്ടണ്ടായിരുന്നു. ഞാൻ ആ പഴയ കാലം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്തിനാ പെൺകുട്ടികളെ മാത്രം കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് അയക്കുന്നേ? കല്യാണമാണോ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത്? അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളില്ലേ അറിയാനും നേടാനും ഒക്കെ. ഇപ്പോ ഇതൊന്നും വേണ്ടായിരുന്നു തോന്നുക. കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും പറയുന്ന കാര്യമായത്, ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. നീ ഇപ്പൊ ചോദിച്ചില്ലേ ഒരുപാട് കാര്യങ്ങൾ അറിയാനും നേടാനും ഇല്ലേന്ന്? ഉണ്ട്. പക്ഷെ ഈ ചോദ്യത്തിന് അമ്മയുടെ ഉത്തരം കല്യാണം അത്യാവശ്യം തന്നെയാണെന്ന് തന്നെയാണ്. കാരണം അമ്മ ജീവിച്ചു തുടങ്ങിയത് കല്യാണത്തിന് ശേഷാ. കലർപ്പില്ലാത്ത സ്നേഹം തന്നത് നിന്റെ അച്ഛനാ. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ലോകം ചുറ്റലോ സർപ്രൈസ് പാർട്ടികളോ ഒന്നും അല്ല അമ്മ ഉദ്ദേശിച്ചത്. അതൊക്കെ വേണം. പക്ഷേ അമ്മയ്ക്ക് നിന്റെ അച്ഛനോട് എന്തും തുറന്ന് സംസാരിക്കാം, ഒരു പേടിയില്ലാതെ. ദേഷ്യപ്പെടാം, വാശി പിടിക്കാം, പിണങ്ങാം, കരയാം. ചിരിക്കുമ്പോഴുള്ള മുഖം മാത്രമല്ല, അവരുടെ ദേഷ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റെടുക്കാൻ കഴിയണം. മറിച്ച്
നമ്മളോടൊപ്പം മാത്രമല്ലാതെ മറ്റൊരിടത്ത് ഒരു സന്തോഷം കണ്ടെത്തിയ പോസസീവ് എന്ന ഓമനെ പേരിട്ട് വിളിച്ചിട്ട് അവരോട് വഴക്കടിച്ച് അവരുടെ ആ സന്തോഷം തല്ലിക്കെടുത്തിയിട്ട് സ്നേഹം കൊണ്ടല്ലേ എന്ന് പറയുന്നത് സ്നേഹമാണോ? ഒരിക്കലുമല്ല. അവരെ അവരായി അംഗീകരിച്ച് സ്നേഹിക്കാൻ കഴിയണം. ഒരാൾക്ക് വേണ്ടി മറ്റേയാൾ എല്ലാം സഹിച്ച് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ അതിൽ സ്നേഹമല്ല, മറിച്ച് സാഹചര്യം കൊണ്ട് ജീവിച്ചു തീർക്കാൻ ഒരു ജീവിതം മാത്രമാകും അത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അമ്മയ്ക്ക് കല്യാണശേഷം ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റിയേ. അതുകൊണ്ട് എല്ലാം അറിഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നീ ഈ പറഞ്ഞ സ്വപ്നങ്ങളും അറിവും ഒക്കെ നേടാൻ കഴിയും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട ഏറ്റവും വലിയ സ്വപ്നമാണ് നീ. അതിനപ്പുറം അമ്മയ്ക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഈ ജീവിതത്തിന് അമ്മ ഭാഗ്യവതിയാണെന്ന് തന്നെ പറയും. അതിന് കാരണക്കാർ നീയും പിന്നെ എന്റെ വിജയേട്ടനും. പക്ഷെ എന്റെ വിധി നേരെ തിരിച്ചായി പോയല്ലോ അമ്മ. നിറഞ്ഞു വന്ന കണ്ണുനീർ അമ്മയിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവൾ പെട്ടെന്ന് അമ്മയുടെ മടിയിലേക്ക് കിടന്നു. അമ്മ മെല്ലെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്താണ് താനിപ്പോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. അമ്മയുടെ മടിത്തട്ട്. മാളൂട്ടി ഉറങ്ങിയോ? ഇല്ലമ്മേ. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മേ? അമ്മയുടെ ആദ്യം കൊണ്ട് ചോദിക്കുന്നതാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, ഇനി ഒരു കുഞ്ഞിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അത് 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 പിന്നെ അമ്മ, ശ്രീയേട്ടൻ ഒരമ്മയ്ക്ക് ഇതൊക്കെ മോളോട് പറഞ്ഞു തരുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിന്നോട് ഇത് ചോദിക്കാതിരിക്കാൻ പറ്റാത്തോണ്ടാ. ശ്രീമോന്റെ അമ്മ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നിന്നോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന്. ഒരു കുഞ്ഞെന്ന് പറയുന്നത് ദാമ്പത്യത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുന്ന കാര്യമാണ്. അതിന് ആണുങ്ങൾക്ക് ശുഷ്കാന്തി ഇല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ വേണം അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. ഒരു ഡോക്ടേഴ്സിന്റെ സഹായം ആവശ്യമാണെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രല്ലേ ഉള്ളൂ. ശ്രീമോന്റെ അമ്മയാണെങ്കിൽ അങ്ങനെ അവിടെ വന്ന് നിൽക്കാറുമില്ല. അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. ഉപേക്ഷ വിചാരിക്കരുത്. പ്രായം കൂടി വരിക. ഞാൻ ശ്രീയേട്ടനോട് സംസാരിക്കാമേ. അപ്പച്ചി, ആഹാ, നീയോ? വാ മോനെ. എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ടടാ. 2 ആഴ്ചയായിട്ട് മാളൂട്ടുകളുണ്ട് നല്ല റെസ്റ്റ് എടുത്തു. അതുകൊണ്ടാവും പെട്ടെന്ന് കുറഞ്ഞത്. ബാത്റൂമിൽ വീണപ്പോ ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ നീര് വെച്ചപ്പോഴേ ആശുപത്രി പോകാന്ന് വെച്ചേ. ചെന്നപ്പോ കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റർ ഇട്ട് വിട്ടു. എനിക്കിങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് വീർപ്പ് മുട്ടുക. ഇവളാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അതുകൊള്ളാം. റെസ്റ്റ് എടുക്കാതെ എങ്ങനെ എല്ലാം ഭേദമാകുന്നേ? കഴിഞ്ഞ ആഴ്ച വരാണ്ടിരുന്നതാ അപ്പച്ചി. ഓഫീസിലെ തിരക്കാരണം പറ്റിയില്ല. അതാ വന്ന പാട് ഇങ്ങോട്ട് വന്നേ. മരുന്നൊക്കെ കഴിച്ചോ? ഓ, അതൊക്കെ കഴിച്ചു. നാത്തൂന്റെ മുട്ടിന് വേദന എങ്ങനെയുണ്ട്? ഇന്ന് വൈദ്യനെ കാണാൻ പോയിട്ട് എന്താ പറഞ്ഞേ? കുഴമ്പൊക്കെ കൊടുത്തു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ അമ്മ കേൾക്കില്ലല്ലോ, പിന്നെ എങ്ങനെ പറയാനാ? നീ ഒരു പെണ്ണ് കെട്ട്, അപ്പൊ അവള് റെസ്റ്റ് എടുത്തോളൂ. ആ, അതൊക്കെ ആലോചിക്കാം. അഗ്നി, എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തരുമോ? ആ, തരാം. എന്നാ അപ്പച്ചി ഉറങ്ങിക്കോ. ഞാൻ ചിറ്റപ്പനെ ഒന്ന് കാണട്ടെ. ഉറങ്ങിയെന്ന് തോന്നുന്നു. നീ ചെന്ന് നോക്ക്. അഗ്നി, കട്ടൻ റെഡിയായോ? ഇപ്പൊ തരാം. നീ എന്നാ തിരിച്ചു പോകുന്നേ? അറിയില്ല, ശ്രീയേട്ടൻ വിളിച്ചില്ല. അവളുടെ ഒരു ശ്രീയേട്ടൻ ചെറ്റ. അയാള് പിന്നെ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല. ദാ കട്ടൻ ചായ. നിനക്കെന്താ എന്നെ കാണുമ്പോ ഒരു വെപ്രാളം? നീ പേടിക്കണ്ട, ഞാൻ ആരോടൊന്നും പറയില്ല. പക്ഷെ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അപ്പച്ചി ചിറ്റപ്പന് ഉറങ്ങിക്കഴിഞ്ഞ് നീ ആ വടക്കേ തൊടിയിലോട്ടൊന്ന് വരണം. ഞാൻ അവിടെ കാത്തിരിക്കും. പകല് പറ്റില്ലല്ലോ, അതാ ഇപ്പൊ വിളിച്ചത്. എന്ത് സംസാരിക്കാൻ? നീ വാ, ഞാൻ പറയാം. ഇല്ല, ഞാൻ വരില്ല. ശരി.
നീ വരണ്ട, പക്ഷെ അന്ന് നടന്നതൊക്കെ എല്ലാവരും അറിയും. ഞാൻ ഇപ്പൊ തന്നെ പറയും. അയ്യോ വേണ്ട. സോറി, ഞാൻ വരാം. ഞാനവിടെ കാണും, ശ്രദ്ധിച്ചു വരണം. അവളുടെ കയ്യിലേക്ക് ഗ്ലാസ് തിരികെ കൊടുത്തുകൊണ്ട് അവൻ തിരിച്ചുപോയി. എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? നിനക്കറിയാം അന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നിന്നെ അങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം നീ എന്ത് തെറ്റാ ചെയ്തേ? കള്ളം പറഞ്ഞു. എന്ത് കള്ളം? അന്ന് അപ്പുവേട്ടൻ പോയി കുറച്ച് കഴിഞ്ഞ് ശ്രീയേട്ടൻ വന്നു. സോഫയിൽ കിടക്കുന്ന ഫോൺ കണ്ടിട്ട് അവിടെ ആരാ വന്നതെന്ന് ചോദിച്ചു. പക്ഷെ അപ്പുവേട്ടൻ ഫോൺ മറന്നു വെച്ചിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും വന്നില്ലെന്ന് കള്ളം പറഞ്ഞു. പിന്നെ ഏതോടെ ആണടി ഈ ഫോൺ? നിന്റെ തന്തയുടെയോ? ഫോണോ? ഓ, ഇത് നിന്റെ മറ്റവന്റെ അല്ലേ? മുറച്ചെറുക്കൻ. എന്താ എന്റെ പേര്? ആ, അപ്പു. അവനാണോ ഇവിടെ വന്നേ? അത് പിന്നെ വെറുതെ വന്നതാ. ഇവിടെ ജോലിയുടെ ആവശ്യത്തിന് വന്നപ്പോ കേറിയതാ. അല്ലാതെ ഒന്നുമില്ല ശ്രീയേട്ടാ, സത്യം. പിന്നീട് നടന്നതൊന്നും എനിക്ക് അപ്പോ എന്നോട് പറയാൻ പറ്റില്ല. അയാൾ എന്താ ഇങ്ങനെ? നിന്റെ ഭാഗത്തെ ന്യായം പോലും കേൾക്കാൻ നിൽക്കാതെ. അല്ല, നീ എന്തിനാ ഞാൻ വന്ന കാര്യം ഒളിപ്പിച്ചു വെച്ചത്? സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ അടി കൊള്ളേണ്ടി വരുമായിരുന്നോ? സത്യം പറഞ്ഞാലും അടിക്കും. അയാളൊരു സാഡിസ്റ്റോ സൈക്കോയോ അങ്ങനെ എന്തൊക്കെയാ. എന്റെ വേദനയും കണ്ണീരും അങ്ങേർക്ക് ഹരം. ഒരു കാരണമില്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി തല്ലും. എല്ലാം കഴിയുമ്പോ ഏതെങ്കിലും പാർട്ടിയിലോ ടൂറിനോ കെട്ടിയൊരുക്കി കൊണ്ടുപോകും. മറ്റുള്ളവരുടെ മുമ്പിൽ ഹാപ്പി ഫാമിലിയാണെന്ന് കാണിക്കാൻ അയാൾ എന്തും ചെയ്യും. എന്നിട്ട് അതൊക്കെ എന്നെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കും. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും അഗ്നി ഭാഗ്യവതിയാണെന്ന്. അപ്പോഴെന്നറിയോ, അച്ഛനെ അമ്മയെ വിളിക്കാൻ പോലും എനിക്ക് പെർമിഷൻ ഇല്ല. അങ്ങനെ വിളിക്കുവാണെങ്കിൽ അയാളുടെ മുമ്പിലിരുന്ന് വേണം വിളിക്കാൻ. ഒരു കുഞ്ഞുണ്ടായാൽ എല്ലാം മാറുമെന്ന് വിചാരിച്ചപ്പോൾ അതിനും അയാളെ സമ്മതിക്കുന്നില്ല. എനിക്കെന്റെ മാതൃത്വം പോലും അയാൾ നിഷേധിച്ചു. എല്ലാ രാത്രിയിലും ഒരുപാട് വേദനിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പിൽസ് കഴിപ്പിക്കും, ഗർഭിണിയാവാതിരിക്കാൻ. ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞു മടുത്തു. ഇത്രയും കാലം ഇതൊന്നും ആരോടും പറയാതെ നീ എങ്ങനെ അയാളുടെ കൂടെ കഴിഞ്ഞേ? അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്വഭാവം എല്ലാം അറിഞ്ഞിട്ടും അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണെങ്കിൽ അയാളുടെ കുടുംബത്തെ പറഞ്ഞാൽ മതിയല്ലോ. ആ അമ്മ ഒരു പാവാ. അമ്മയ്ക്കറിയില്ല മകന്റെ വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും. അമ്മയ്ക്കെന്നല്ല, ആർക്കും അറിയില്ല. എല്ലാവരുടെയും മുന്നിലെ ശ്രീനാഥ് ഒരു പക്ക ജെന്റിൽമാനാ. വലിയില്ല, കുടിയില്ല, ഒരു ദുശീലങ്ങളും ഇല്ലാത്ത, ജോലിയും വീടും ഫ്രണ്ട്സും ഒക്കെയായി ജോളിയായി ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരാൾ. പക്ഷെ അയാളൊരു ആട്ടിൻ തോലിട്ട രാക്ഷസനാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ.
അയാളുടെ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ജീവന് പോലും ആപത്താ. ഇങ്ങനെ ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? അയാൾക്ക് ഇത്രയൊക്കെ ക്രൂരത എന്നോട് കാട്ടാമെങ്കിൽ ഞാനത് പുറത്ത് പറയാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാകുമെന്ന് അപ്പോൾ ഊഹിച്ചൂടെ? നിന്റെ നാമടക്കി വെക്കാനും മാത്രം എന്താ അയാൾ ചെയ്തേ? അതപ്പോട്ട എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എനിക്ക് മനസ്സിലായില്ല. അതപ്പോട്ട വിവാഹത്തിന് മുമ്പ് അയാൾ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തിട്ടുണ്ട്. വിവാഹത്തിന് ശേഷവും ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോസ് അയാൾ എടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ പുറത്ത് പറഞ്ഞ് അയാളിത് സോഷ്യൽ മീഡിയയിൽ ലീക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വല്ലത് സംഭവിച്ച ഞാനും അച്ഛനും അമ്മയും ഒക്കെ ആത്മഹത്യ ചെയ്താൽ മതി. നിനക്കെന്താ നീ ബോധവിവരമൊന്നും ഇല്ലായിരുന്നോ? എത്ര പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ ഇങ്ങനത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ചോദിച്ചാൽ അയാളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ മാത്രമുള്ള കോമൺ സെൻസ് നിനക്കില്ലേ? വിശ്വസിച്ചു പോയി. ഞാൻ അയാളെ ഒരുപാട് വിശ്വസിച്ചു പോയി. എന്നാണെങ്കിലും ഒന്നാകേണ്ടവരല്ലേ എന്ന് ചോദിച്ചപ്പോ, നിനക്കെന്നെ വിശ്വാസമല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചെയ്തു പോയപ്പോഴാ. ആ തെറ്റിനുള്ള ശിക്ഷ പോലെ ഞാൻ ഈ ജീവിതം ജീവിച്ച് തീർത്തോളാം. അച്ഛനും അമ്മയും ഒന്നും അറിയാതിരുന്നാ മതി. പ്രതീക്ഷകളെല്ലാം തകർന്നു നിൽക്കുന്ന അവരെ കാണാൻ എന്നെ കൊണ്ടാവില്ല. നീ ഇങ്ങനെ കരയാതെ. നീ എന്തായാലും തിരിച്ചു ചെന്നിട്ട് ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെറ്റീഷൻ കൊടുക്കാം. ഞാനൊരു വട്ടം അതിന് ശ്രമിച്ചതാ. അയാളുടെ ഫോണിലും ലാപ്ടോപ്പിലും മാത്രമല്ല, അയാളുടെ ഓഫീസിലുള്ള സിസ്റ്റത്തിൽ പോലും അയാൾ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? സാരമില്ല പേട്ട, ഇതെന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ഒരാളോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞപ്പോ മനസ്സിനൊരാശ്വാസമുണ്ട്. അത് മതി. സമയം ഒരുപാടായി. ഞാൻ പോട്ടെ. അമ്മയെങ്ങാന്ന് എഴുതിട്ട് തിരക്കും. അവൾ പോകാനായി തിരിഞ്ഞതും ഇല്ല, എന്റെ തെറ്റാ. വിട്ടു കൊടുക്കുന്നതായിരുന്നു നിന്നെ ഒരുത്തനും. എന്താ പറഞ്ഞേ? അപ്പോട്ട സത്യം പറ. ഒരുത്തനും വിട്ടുകൊടുക്കരുതായിരുന്നു എന്ന് പറഞ്ഞ ഞാനെന്താ മനസ്സിലാക്കണ്ടേ? ഇഷ്ടമായിരുന്നല്ലേ എനിക്ക് നിന്നെ. ഈ അക്കൗണ്ട് നെഞ്ചിൽ നീ മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും ഇനി എന്നും ഈ നിമിഷം വരെ ആ സ്നേഹത്തിനൊരു മാറ്റം വന്നിട്ടില്ല. ഇത് വരില്ല. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ? പറ്റിക്കായിരുന്നില്ല? അപ്പോൾ നിന്നെ ഇത്രയും നാളും എന്നെ പറ്റിക്കായിരുന്നില്ല. നിങ്ങളോട് എനിക്ക് പ്രണയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ചോദിച്ചിരുന്ന ചിലപ്പോ എനിക്ക് പലവട്ടം ഞാൻ ശ്രമിച്ചതാ. പക്ഷെ പറ്റിയില്ല. സോറി. എന്തിനാ പോട്ടെ വിട്ടുകൊടുത്തെ? ആ നശിച്ച ജീവിതത്തിലേക്ക് എന്തിനാ എന്നെ തള്ളിയിട്ട്? എനിക്ക് എന്റെ അച്ഛനും അമ്മയുടെ അമ്മയുടെ കൂടെ കഴിഞ്ഞാൽ മതിയായിരുന്നു.
എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളില്ലായിരുന്നു. ഞാൻ നിങ്ങളൊക്കെ വെറും ആളുട്ടി മാത്രമായിരുന്നു. എന്തിനാ എന്നെ വിട്ടുകൊടുത്ത്? ഈ കല്യാണാലോചന വന്നപ്പോ അത് നിന്റെ ഭാഗ്യമാണെന്ന് എല്ലാരും പറഞ്ഞപ്പോ ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാ. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി. എല്ലാവരും സന്തോഷിച്ചപ്പോ ഞാൻ മാത്രം ഓരോ ദിവസവും നീറിയ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ എന്റെ സന്തോഷം അപ്പോൾ എന്നെ ആഗ്രഹിച്ചത്? I love you. I love you. വൈകിപ്പോയി ഒരുപാട്. ഈ വാക്കിന് ഇപ്പൊ ഒരു കത്തിയുടെ മൂർച്ചയുണ്ട്. അതെന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കുന്ന വേദന മാത്രം എനിക്ക് തരുന്നത്. ഇതുവരെ എന്റെ ശരീരത്തിനും മനസ്സിനേറ്റ വേദനയേക്കാൾ 1000 മടങ്ങ് മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല പോയേട്ടാ. ഇങ്ങനൊരു രാത്രി നമുക്കിടയിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നീയോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. അപ്പോഴേട്ടൻ എന്നെ കാണരുത്, എന്നെ മറക്കണം, വേറൊരു ജീവിതം തിരഞ്ഞെടുക്കണം. എന്നെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്, അപേക്ഷയാണ്. മായുന്നു വെണ്ണിലാവും നിൻ പാട്ടും പൂഴി മണ്ണിൽ വീഴും നിൻ കാലടി പാടും തോഴി പെയ്യാതെ വിങ്ങി നിൽപ്പൂവിൻ മേഘം കാത്തു നിൽപ്പൂ ദൂരെ ശ്യാമയ ഭൂമി വീണ്ടും ഓരോർമ്മയായി മാഞ്ഞു പോവതെങ്ങു നിൻ രൂപം, ഓരോർമ്മയായി മാഞ്ഞു പോവതെങ്ങു നിൻ രൂപം.